നമസ്കാരം. അതിജീവിതയ്ക്ക് നീതി കിട്ടും വരെ പോരാടുമെന്ന് ഒരു സർക്കാർ പറയുമ്പോൾ വേട്ടക്കാരനെ ഏതു മുഖേനയും ഞങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കും എന്ന നിലപാട് സ്വീകരിക്കുകയല്ലേ കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ. പറഞ്ഞു വരുന്നത് ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. രാഹുൽ മാങ്കൂട്ടം ഭയപ്പെടുന്ന ഒരു സർക്കാരിനെ പറ്റിയാണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്നലെ പാലക്കാടിൽ വോട്ട് ചെയ്യാനെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. പുതിയ മേക്ക് ഓവറിൽ പുതിയ ലുക്കിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖത്ത് ഉടനീളം പ്രകടമായത് ഭയം തന്നെയായിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം അനുവദിച്ചത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ച എന്ന് രാഹുൽ അനുകൂലികൾ പറയുമ്പോഴും പിണറായി വിജയന്റെ സർക്കാർ ഒരു പൂട്ടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അതായത് പുറത്തു വന്നിട്ടുള്ള അപ്പീലും ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിരിക്കുകയാണ് സർക്കാർ. എന്താണ് സർക്കാർ പറയുന്നത്? അതായത് ഈ വിധി റദ്ദ് ചെയ്യണം, കീഴ്ക്കോടതിയുടെ വിധി റദ്ദ് ചെയ്യണമെന്ന് പിണറായി വിജയന്റെ സർക്കാർ പറയുകയാണ്. ഇയാൾ സ്ഥിരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് എന്നൊക്കെ അപ്പീലിൽ പറയുന്നുണ്ട്. അപ്പീലിലെ പല പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആരോപണത്തിന്റെ ഗൗരവം പരിഗണിക്കാതെയാണ് തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതെന്ന് അപ്പീലിൽ പറയുന്നുണ്ട്. പ്രതി സമാന കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അപ്പീലിൽ പറയുന്നു. പ്രതിയെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന പ്രാഥമിക തെളിവില്ലെന്ന കണ്ടെത്തലും തെറ്റാണ്. പീഡന കേസുകളിൽ പരാതി നൽകാൻ വൈകുന്നതിനെ അവിശ്വസിക്കേണ്ടതില്ല. 2023 നടന്ന സംഭവത്തിൽ പരാതി വൈകിയെന്ന് പറയുന്നതിൽ കാര്യമില്ല. ബാഹ്യസമ്മർദ്ദം, മാനസികാഘാതം, ഭയം തുടങ്ങിയ കാരണങ്ങളാൽ ഇരകൾ പീഡനം നടന്നാലുടൻ പരാതി നൽകണമെന്നില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതി വൈകിയതിൽ അസ്വാഭാവികതയില്ല. പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നല്ലാതെ ആരോപണത്തിന്റെ ആഴത്തിലേക്ക് ജാമ്യഘട്ടത്തിൽ കോടതി പോകേണ്ടതില്ല. ബലാത്സംഗത്തെ തുടർന്ന് അതിജീവിതയ്ക്ക് കടുത്ത ശ്വാസം മുട്ടലും ശരീരത്തിൽ മുറിവുകളും ഉണ്ടായത് സെഷൻസ് കോടതി പരിഗണിച്ചില്ലെന്നുമൊക്കെ ഈ അപ്പീലിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും ഭയക്കുന്നത്. ഇപ്പൊ 15 ദിവസത്തെ ഒളിവ് ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ഉടനെ തന്നെ വീണ്ടും ബങ്കറിനകത്തേക്ക് പോകേണ്ടി വരും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. എന്നെ ഏറെ അതിശയിപ്പിച്ച ഒരു കാര്യം, വി ഡി സതീശൻ പറയുന്നു ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെന്ന് പറയുന്നു. മുരളീധരൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അറിയുമ്പോലും ഇല്ല എന്ന മട്ടിൽ സംസാരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിലെ രാഹുൽ മാങ്കൂട്ടങ്ങളെയൊക്കെ പുറത്താക്കി എന്നാണ് ഈ മുരളീധരൻ പറഞ്ഞ് നമ്മൾ കേട്ടത്. ശേഷം എന്താണ് ഇന്നലെ കണ്ടത്? KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ആ വ്യക്തി ഇയാൾ ആനയിച്ചുകൊണ്ട് വരികയാണ്. എന്തോ വലിയ കാര്യം ചെയ്ത ഒരു വ്യക്തിയെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെയാണ് അവിടെ സംരക്ഷിക്കുന്നത്, ആരൊക്കെയാണ് അയാൾക്ക് വേണ്ടി പരവതാനികൾ വിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇവർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ കുറ്റമുക്തനാക്കിയ ആ വിധിയെക്കുറിച്ച് അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണം നമ്മളൊക്കെ ഓർക്കുന്നില്ലേ? എന്താണ് അന്ന് അടൂർ പ്രകാശ് പറഞ്ഞത്? അതായത് ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പീലിന് പോകാൻ നാണമില്ല, ഒരു പണിയുമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുകൂടി അടൂർ പ്രകാശ് ചേർത്ത് വെക്കുന്ന കാഴ്ച കണ്ടു. വലിയ വിമർശനങ്ങൾക്ക് ഉയർന്നപ്പോൾ പതിയെ മൂപ്പര് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും എന്തായിരുന്നു കോൺഗ്രസ് ആദ്യം സ്വീകരിച്ച, പ്രത്യേകിച്ച് അടൂർ പ്രകാശ് സ്വീകരിച്ച നിലപാട്? പുറത്തു വന്ന ശബ്ദരേഖ AI ശബ്ദരേഖയാണെന്ന് പറഞ്ഞു. യുവതി മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ അതായത് പുതിയ സ്ക്രിപ്റ്റ് മെനയാൻ വേണ്ടി പോയതാണ് എന്ന രീതിയിലൊക്കെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന കാഴ്ച ഒക്കെ നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കണ്ടു. KPCC പ്രസിഡന്റും K സുധാകരനും ഒക്കെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് തുടക്കം മുതൽ തന്നെ ഊർജം പകരുന്ന ഒന്നായിരുന്നില്ലേ? പിന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം, ഞങ്ങൾ ഈ വിഷയത്തിൽ ഈ പറയുന്ന ഇരയ്ക്കൊപ്പം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നിങ്ങൾ ഇരയ്ക്കൊപ്പമല്ല പ്രതിക്കൊപ്പമാണെന്ന് ജനങ്ങൾ കാണുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലെ മന്ത്രി V ശിവൻകുട്ടി KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പ്രതികരണത്തിന് അടിപൊളി ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: അതിജീവിതയുടെ പരാതിയിൽ ഗൂഢാലോചന എന്ന് വിളിച്ച് KPCC പ്രസിഡന്റ് ആക്ഷേപിക്കുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കാനെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമാണെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രസ്താവന അപഹാസ്യവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. ഉയർന്നു വന്ന പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും പറയുന്നത് കുറ്റങ്ങളെ വെള്ളപൂശാനുള്ള പാഴ്ശ്രമമാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഒരു പരാതി ലഭിച്ചാൽ അത് അന്വേഷിക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഉത്തരവാദിത്വമാണ്. അതിനെ ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരാതി നൽകിയവരെയും അതിന് പിന്നിലെ നിയമവശങ്ങളെയും ഭയക്കുന്നത് എന്തിനാണ്? സ്വന്തം ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഏത് ലീഗൽ ബ്രെയിനെയും നേരിടാൻ KPCCക്ക് സാധിക്കണം. സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അവിടെ രാഷ്ട്രീയം നോക്കി നടപടി സ്വീകരിക്കുന്ന രീതി ഈ സർക്കാരിനില്ല. തെറ്റ് ചെയ്തവർ ആരായാലും നടപടി നേരിടേണ്ടി വരും. പുകമറ സൃഷ്ടിച്ച് യഥാർത്ഥ വിഷയം വഴിതിരിച്ചുവിടാനുള്ള KPCC പ്രസിഡന്റ് നീക്കം പൊതുസമൂഹം തിരിച്ചറിയും. ഇത്ര നീചമായിട്ടുള്ള ഒരു പ്രതികരണമാണ് KPCC പ്രസിഡന്റ് നടത്തിയതല്ലേ? മാത്രവുമല്ല, ഇന്നലെ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? സ്ത്രീലംബടന്മാർ എന്നാണ് ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞത്. കോൺഗ്രസിലെ സ്ത്രീലംബടന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ എങ്ങനെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വിശേഷിപ്പിച്ചത്? ലൈംഗിക വൈകൃതമുള്ള കുറ്റവാളി എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിയിട്ടുള്ള പരാതി, ആ പരാതിക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ വലിയ തോതിൽ തന്നെ സങ്കടത്തിൽ ആക്കി കാണണം. ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും, ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കേരളത്തിൽ ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ അതിജീവിത പറഞ്ഞ, ആ യുവതി പറഞ്ഞ ദുരനുഭവങ്ങൾ, നേരിട്ട പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്വന്തം മകളെ പോലെ, നമ്മുടെ വി ഡി സതീശൻ പറയുന്ന വാക്കല്ല കേട്ടോ, സ്വന്തം മകളെ പോലെ എന്നൊക്കെ പറഞ്ഞ് പരാതി മേടിച്ചിട്ട് അപ്പുറ വഴി വേട്ടക്കാരന് MLA ആകാൻ വേണ്ടിയുള്ള പരവതാനി വിരിക്കുന്ന കളിയല്ല. ഇതെല്ലാം കേട്ട ശേഷം എന്താണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോഴെന്നാ ആ യുവതിക്ക് വേണ്ടി അപ്പീലിന് പോകുന്നു. എന്നാൽ മറുവശത്ത് എന്താണ് ചെയ്തത്? റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞൊരു പരാതി കൊടുത്തപ്പോൾ, അതായത് പിതാവിനെ പോലെ കാണുന്ന ഒരാൾക്ക് പരാതി കൊടുത്തപ്പോൾ, മകളെ പോലെ കാണുന്ന റിനിയുടെ പരാതി മേടിച്ചു വെച്ച ഈ വി ഡി സതീശൻ എന്താണ് ചെയ്തത്? അയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി, അവസാനം അയാളെ MLA വരെ ആക്കി. ഇതൊക്കെ അവസാനം കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ്, പണി പാളി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല, രാഹുൽ മാങ്കൂട്ടം എന്ന പേര് കേട്ടിട്ട് പോലുമില്ല എന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അയാൾ അലമുറയിടുന്നത്. വിശുദ്ധന്റെ കുപ്പായമിടാൻ വലിയ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആ വിഷമരത്തെ വളർത്തിയെടുത്തതിൽ വലിയൊരു പങ്ക് അത് വി ഡി സതീശനും ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അന്ന് ആ പരാതി ലഭിച്ചപ്പോൾ ഒരു നല്ല നടപടി സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ അന്നേ പടിയടച്ച് പിണ്ടം വെച്ചിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗതി കോൺഗ്രസിന് വരില്ലായിരുന്നു. കോൺഗ്രസിലുള്ള പല നേതാക്കൾ, ഉമാ തോമസ് അടക്കമുള്ള MLA മാർ, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനെ പോലുള്ള നേതാക്കൾ, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ച പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോഴും അയാൾ ഇപ്പോഴും ചേർത്ത് നിർത്താൻ കോൺഗ്രസ് കാണിക്കുന്ന ആ ഒരു വ്യഗ്രതയുണ്ടല്ലോ, കോൺഗ്രസ് കാണിക്കുന്ന തിടുക്കമുണ്ടല്ലോ, ആ തിടുക്കവും ആ വ്യഗ്രതയും കോൺഗ്രസിനെ അമ്പേ പരാജയമാക്കി കളയും. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലുള്ള വിശ്വാസം ജനങ്ങളിൽ നഷ്ടപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ സ്ത്രീകൾക്കൊപ്പം അല്ലെങ്കിൽ സ്ത്രീക്കൊപ്പം സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, സ്ത്രീകൾക്ക് സമത്വം മൊത്തത്തിൽ നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്നവർ എന്നൊക്കെ പറയുന്നത് വെറും പാഴ്വാക്കും വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമാണെന്ന് എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ അയാൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കളുടെ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും താങ്കൾക്ക് MLA ആയി തുടരാനെന്നല്ല, രാഷ്ട്രീയക്കാരനായി പോലും ഒരു സാധാരണ രാഷ്ട്രീയ പൊതുപ്രവർത്തകനായി പോലും തുടരാൻ യോഗ്യതയില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഒന്നോ രണ്ടോ പരാതികളല്ല, ഇയാൾക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ നിരവധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള പരാതികളുടെ ഗൗരവ സ്വഭാവം നമ്മളൊക്കെ കണ്ടതാണ്. തെളിവുകൾ സഹിതം ആണ് പുറത്തു വന്നത്. ഒന്നും തന്നെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല. എന്തിന് ഒരു ട്രാൻസ് വുമണെ വരെ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്രത്തോളം സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു മനോഭാവമുള്ള ഒരാളുടെ ചെയ്തികളെ പറ്റിയൊക്കെ ആ ട്രാൻസ് വുമൺ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? അതുകൊണ്ട് ഇയാളെ ഭയപ്പെടേണ്ടതാണ്. ഇയാളെ സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് വീണ്ടും ജനങ്ങൾക്കൊരു പൊതുശല്യമായി മാറാൻ കോൺഗ്രസ് അനുവദിക്കരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.